ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗോ കിസ് ദ വേൾഡ് എന്ന് പറയുന്ന സുബ്രതോ ബക്ഷിയുടെ ഒരു സ്പീച്ചാണ്. സുബ്രതോ ബക്ഷിയുടെ അച്ഛൻ ഒറീസയിൽ കോരപ്പെട്ടിൽ ചെറിയ ശമ്പളത്തിൽ ജില്ലാ എംപ്ലോയ്മെൻറ്റ് ഓഫീസറായി ജോലി ചെയ്തിരുന്നു. അന്ന് ഇലക്ട്രിസിറ്റിയോ പൈപ്പ് വെള്ളമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് പോലും സൗകര്യങ്ങളില്ലാത്ത ഒരു ജീവിതമായിരുന്നു. അടുത്തെങ്ങും ഒരു പ്രൈമറി സ്കൂൾ ഇല്ലാത്തതിനാൽ തന്നെ 8 വയസ്സാകുന്നത് വരെ ബക്ഷിക്ക് വീട്ടിലിരുന്ന് പഠിക്കേണ്ടി വന്ന അവസ്ഥയായിരുന്നു. ഓരോ വർഷവും തൻ്റെ അച്ഛന് സ്ഥലം മാറ്റി കിട്ടിയതിനാൽ താമസം മാറിക്കൊണ്ടേയിരുന്നു. ബക്ഷിയുടെ അമ്മ കിഴക്കൻ ബംഗാളിൽ നിന്ന് വന്ന ഒരു അഭയാർത്ഥിയായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഈ ട്രാൻസ്ഫർ അദ്ദേഹത്തിൻ്റെ പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസത്തെ 8 വയസ്സ് വരെ ബാധിച്ചു. അച്ഛന് ഓഫീസ് വക ഒരു ജീപ്പ് ഉണ്ടായിരുന്നത് അവരുടെ വീട്ടിലായിരുന്നു ഇട്ടിരുന്നത്. പക്ഷേ അദ്ദേഹം ഒരിക്കൽ പോലും സ്വന്തം ആവശ്യത്തിനോ കുടുംബത്തിൻ്റെ ആവശ്യത്തിനോ ഉപയോഗിച്ചിരുന്നില്ല. ഓഫീസിലെ വസ്തുവകകൾ സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിഷ്ഠ. ജീപ്പിൻ്റെ ഡ്രൈവറെ ഡാഡ എന്ന് ചേർത്ത് മാത്രമേ വിളിക്കാവൂ എന്ന് അദ്ദേഹം കുട്ടികളോട് പ്രത്യേകം പറഞ്ഞിരുന്നു. ചെറിയ ആളുകളെ വലിയവരെക്കാൾ കൂടുതൽ ബഹുമാനിക്കണമെന്നും അദ്ദേഹം കുട്ടികളെ പഠിപ്പിച്ചു. പിൽക്കാലത്ത് ബക്ഷി വണ്ടി വാങ്ങിയപ്പോൾ ഡ്രൈവറെ രാജു അങ്കിൾ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കുട്ടികൾ വിളിച്ചിരുന്നത്. ഓരോ ദിവസവും തുടങ്ങുന്നത് അമ്മയുടെ അടുപ്പിന് ചുറ്റും ഇരുന്നു കൊണ്ടായിരുന്നു. അന്ന് ഗ്യാസോ ഇലക്ട്രിക് സ്റ്റൗവോ ഒന്നുമില്ലാതിരുന്ന ഒരു കാലത്തായിരുന്നു ബക്ഷിയുടെ ചെറിയ കാലത്തെ ജീവിതം. ചായ കുടിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ്സ്മാൻ പത്രം ഉറക്കെ വായിക്കാൻ അച്ഛൻ കുട്ടികളോട് ആവശ്യപ്പെടും. ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നതിനും ലോകത്തെക്കുറിച്ച് അറിവുണ്ടാക്കുന്നതിനും അതൊരു നല്ല പരിശീലനമായിരുന്നു. വായിച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിയായി പത്രം മടക്കി വയ്ക്കണമെന്നും അച്ഛന് നിർബന്ധമുണ്ടായിരുന്നു. പത്രപരസ്യങ്ങൾ കാണുമ്പോൾ ഒരു ട്രാൻസിസ്റ്റർ റേഡിയോ വാങ്ങാൻ അച്ഛനോട് പറഞ്ഞപ്പോൾ, ഇപ്പോൾ തന്നെ ഇവിടെ 5 ട്രാൻസിസ്റ്ററുകൾ ഉണ്ട്, അത് 5 മക്കൾ ആണ് എന്ന മറുപടിയാണ് അച്ഛനിൽ നിന്ന് ലഭിച്ചത്. സ്വന്തമായൊരു വീട് വാങ്ങുന്ന കാര്യം പറയുമ്പോഴും എനിക്ക് 5 വീടുകൾ ഉണ്ടല്ലോ എന്ന് സമാധാനിപ്പിക്കും. ഭൗതിക സ്വത്തുക്കളിലല്ല ജീവിതത്തിൻ്റെ വിജയം കണ്ടെത്തേണ്ടത് എന്ന സന്ദേശമായിരുന്നു ബക്ഷിക്ക് അച്ഛനിൽ നിന്നും കിട്ടിയിരുന്നത്. സാധാരണയായി സർക്കാർ ക്വാർട്ടേഴ്സിന് മതിലുകളൊന്നും കാണാറില്ല. പക്ഷേ ബക്ഷിയും അമ്മയും ചേർന്ന് വീടിന് ചുറ്റും വേലി കെട്ടിയുണ്ടാക്കി. വീടിന് ചുറ്റും ചെടികൾ നട്ട് പൂന്തോട്ടവും ഉണ്ടാക്കി. 1 വർഷം കഴിഞ്ഞ് സ്ഥലം മാറിപ്പോകുന്ന നിനക്ക് എന്തിനാണ് ഈ പൂന്തോട്ടമെന്ന് അയൽപക്കത്തെ സ്ത്രീകൾ ചോദിക്കുമ്പോൾ, ഒരു മരുഭൂമി പോലും പൂന്തോട്ടമാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നവർ പറയും. നമുക്ക് വേണ്ടി എന്തുണ്ടാക്കണം എന്നല്ല, നമ്മൾ വിട്ടുപോകുമ്പോൾ എന്തിവിടെ ചെയ്തിട്ടുണ്ട് എന്നതാണ് പ്രധാനമെന്നും അമ്മ ആ സ്ത്രീകളോട് കൂട്ടിച്ചേർത്തു. 1955 വർഷമായപ്പോൾ ബക്ഷിയുടെ അമ്മയ്ക്ക് തിമിരം ബാധിച്ചു. ബക്ഷിയുടെ മൂത്ത സഹോദരൻ ഭുവനേശ്വർ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായി ജോലിക്ക് പോവുകയും ചെയ്തു. അയാളെ സഹായിക്കാൻ അമ്മയും പോയപ്പോൾ ബക്ഷി അവരോടൊപ്പം പോകേണ്ടി വന്നു. ആദ്യമായി ഇലക്ട്രിക് ലൈറ്റും പൈപ്പ് വെള്ളവും കണ്ടത് അന്നാണെന്നാണ് ബക്ഷി ഓർക്കുന്നത്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധം തുടങ്ങിയിരുന്നു. ആ വാർത്തയെല്ലാം പത്രത്തിൽ നിന്ന് വായിച്ച് അമ്മയെ കേൾപ്പിക്കും. ഈ വായനയിൽ നിന്നും വിശാലമായ ലോകവുമായി ഒരു ബന്ധമുണ്ടായി അദ്ദേഹത്തിന്. യുദ്ധത്തെപ്പറ്റിയൊക്കെ കൂടുതൽ അറിഞ്ഞപ്പോൾ യുദ്ധത്തിൽ പങ്കെടുക്കാൻ എന്താണ് വഴി എന്ന ചിന്തയായി. യൂണിവേഴ്സിറ്റിയുടെ വാട്ടർ ടാങ്കിൻ്റെ അടുത്ത് കാവൽ നിൽക്കും. ശത്രുവിൻ്റെ ചാരന്മാർ അത് തകർക്കാൻ വരുമെന്നും അവരെ പിടികൂടി ഏൽപ്പിച്ചാൽ തൻ്റെ പേര് പത്രത്തിൽ വരുമെന്നുമുള്ള സ്വപ്നമായിരുന്നു അന്നുണ്ടായിരുന്നത്. ചാരന്മാർ വന്നില്ല. എങ്കിലും ഈ പ്രവൃത്തി ബക്ഷിയുടെ ഭാവനയെ ഉദ്ദീപിപ്പിച്ചു. പിന്നീടുള്ള വർഷങ്ങൾ അമ്മയുടെ കാഴ്ച കൂടുതൽ നഷ്ടപ്പെട്ടു തുടങ്ങി. ഓപ്പറേഷൻ ചെയ്ത് കാഴ്ച തിരികെ കിട്ടി. അപ്പോൾ അമ്മ ബക്ഷിയെ നോക്കി പറഞ്ഞു, നീ ഇത്ര സുന്ദരനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ പെട്ടെന്ന് അമ്മയുടെ കണ്ണിന് വ്രണമുണ്ടാവുകയും 2 കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തു. 32 വർഷം കാഴ്ചയില്ലാതെ അവർ ജീവിച്ചു. അമ്മ ഒരു പരിഭവവും പറഞ്ഞിരുന്നില്ല. ഇരുട്ടിലും താൻ വെളിച്ചമാണ് കാണുന്നത് എന്നാണ് അമ്മ എപ്പോഴും പറയാറ്. ഇതിനിടെ ബക്ഷി പഠിച്ച് ഒരു ജോലി കിട്ടി.
ഒരു ഗവൺമെൻറ് ഓഫീസിൽ ക്ലർക്കായിട്ടായിരുന്നു തുടക്കം. DCM ഗ്രൂപ്പിൽ മാനേജ്മെൻറ്റ് ട്രെയിനിയായി. പിന്നീട് IT വ്യവസായത്തിൽ കടന്നു. പ്രഗത്ഭരായ ആളുകളുമായി സഹകരിക്കാനായി സാധിച്ചു. 1992 അമേരിക്കയിലേക്ക് അദ്ദേഹം സ്ഥലം മാറിപ്പോയി. അപ്പോൾ അച്ഛൻ പൊള്ളലേറ്റ് ആശുപത്രിയിലാവുകയും ചെയ്തു. ബക്ഷി വേഗം വീട്ടിലേക്ക് മടങ്ങിയെത്തി. ആശുപത്രിയിൽ അദ്ദേഹത്തെ ശുശ്രൂഷിക്കുകയും ചെയ്തു. ഒരു ദിവസം അച്ഛൻ്റെ ബ്ലഡ് ബോട്ടിൽ കാലിയാകുന്നത് കണ്ട് നേഴ്സിനോട് അത് മാറാൻ പറഞ്ഞു. വേണമെങ്കിൽ തനിയെ ചെയ്യാൻ പറഞ്ഞിട്ട് അവർ പോയി. അവർ മടങ്ങി വന്നപ്പോൾ അച്ഛൻ അവളുടെ ജോലിഭാരത്തെക്കുറിച്ച് സഹതപിക്കുകയാണ് ചെയ്തത്. സ്വന്തം പ്രയാസങ്ങൾ മറന്ന് മറ്റുള്ളവരുടെ പ്രയാസത്തിൽ ദയ തോന്നുന്ന ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ. ബക്ഷിക്ക് ഇതൊരു വലിയ പാഠമായിരുന്നു. ജീവിതത്തിൻ്റെ വിജയം തൽക്കാലമുള്ള പ്രയാസങ്ങൾ മറക്കാനുള്ള കഴിവാണ്. അടുത്ത ദിവസം അച്ഛൻ മരിക്കുകയും ചെയ്തു. അച്ഛൻ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ആരാധകനായിരുന്നു. അമ്മ ദേശീയവാദിയും. രണ്ടുപേരും ഇതേ ചൊല്ലി തമ്മിൽ തർക്കമുണ്ടാക്കുമെങ്കിലും വലിയ പ്രശ്നങ്ങളിലൊന്നും കലാശിക്കുമായിരുന്നില്ല. 2 വർഷം കഴിഞ്ഞ് അമ്മയ്ക്ക് സ്ട്രോക്ക് ബാധിച്ച് തളർന്ന് കിടപ്പിലായി. അപ്പോഴേക്കും ബക്ഷി അമേരിക്കയിൽ നിന്നും വീണ്ടും തിരിച്ചെത്തുകയും അമ്മയെ ശുശ്രൂഷിക്കുകയും ചെയ്തു. രോഗം കുറയാൻ താമസിച്ച കാരണം തിരികെ പോകേണ്ടി വന്നു. വളരെ വിഷമത്തോടെയാണ് അദ്ദേഹം തിരികെ പോയത്. യാത്ര പറയുമ്പോൾ അമ്മയുടെ കവളിൽ ഉമ്മ കൊടുത്തു. അപ്പോൾ അമ്മ ഇങ്ങനെയാണ് അവനോട് പറഞ്ഞത്: "നീ എനിക്കല്ല, ഈ ലോകത്താണ് ഉമ്മ കൊടുക്കേണ്ടത്. ഈ ലോകത്തിനാണ് നീ ഉമ്മ കൊടുക്കേണ്ടത്." അവരുടെ വലിയ മനസ്സാണ് ഇത് പറയാൻ പ്രേരിപ്പിച്ചത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മളെല്ലാവരും സ്വന്തം കാര്യം ആലോചിച്ചാണ് ജീവിക്കുന്നതെന്നും സ്വന്തം ചുറ്റുപാടുകൾ മറന്ന് വിശാലമായ ലോകത്തിന് വേണ്ടിയാണ് ജീവിക്കേണ്ടതുമെന്നുമാണ് പറയുന്നത്. എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു ലോകം, എല്ലാവരെയും പരിഗണിക്കുന്ന ഒരു ലോകം, അല്ലാതെ നമ്മൾ മാത്രമായി നിൽക്കുന്ന ഒരു ലോകത്തിന് യാതൊരു പ്രാധാന്യവുമില്ല എന്നാണ് ഈ ഒരു സ്പീച്ചിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾക്ക് ജീവിതം നൽകുന്നതിലും അധികം അങ്ങോട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അതായത് നമ്മൾ ജീവിക്കുക മാത്രമല്ല, നമ്മളിലൂടെ മറ്റുള്ളവരും ജീവിക്കുക എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടുന്ന വസ്തുത. സ്വന്തം ചുറ്റുപാടുകളെയും കൂടെ നിന്ന ആളുകളെയും ഒക്കെ ഓർമ്മിക്കുക. അതോടൊപ്പം തന്നെ ചുറ്റിലും നിൽക്കുന്ന ആളുകൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. സാമ്പത്തികം, അല്ലെങ്കിൽ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ നല്ല സ്റ്റേറ്റസ്, ഇതൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ അതിൻ്റെ പേരിൽ അവരെ മാറ്റി നിർത്താതെ കൂടെ കൂട്ടുക എന്നതാണ്.